ഇന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് അവളെ ഒന്ന് കാണാൻ, അവളോടൊന്ന് മിണ്ടാൻ. അവളെന്റെ ആരുമല്ല എന്നറിഞ്ഞിട്ടും അവളെ കെയർ ചെയ്യാൻ ഞാൻ എന്തിനാ ഇത്ര കൺസേൺ ആകുന്നത്? ബിക്കോസ് ബിക്കോസ് ഐ ലവ് ഹർ. പാവം ഒരു പെണ്ണാവൾ, ഒരു ഇന്നസെന്റ് ഗേൾ. എന്റെ പെണ്ണാവൾ. ഞാൻ സ്വന്തമാക്കും അവളെ. ഒരുത്തന്റെ നിഴൽ വീഴാൻ ഞാൻ അനുവദിക്കില്ല. നീ വിഷമിക്കേണ്ട പാറു. നീ ഒറ്റയ്ക്കല്ല, നിന്നോടൊപ്പം ഞാനുമുണ്ട്. ഈ ആദി. ഹായ് ആന്റി. മോളെ വാ ഇരിക്ക്. ഇന്ന് നേരത്തെ ആണല്ലോ. ഡ്യൂട്ടി കഴിഞ്ഞ് എല്ലാരും വന്നു കാണുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ കൈയോടെ എങ്കിൽ പോകുന്നത്. മോളെ ഇരിക്ക്. ചേട്ടത്തി ചായ എടുക്കാൻ പറ. മേഡം ചായ. ഇവളോ? ഇവളെ ഇതുവരെ പറഞ്ഞു വിട്ടില്ലേ? എന്താ മോൾ ആന്റി, ഇവൾ ആദ്യയുടെ കൈ പൊള്ളിച്ചിട്ടും ഇതുവരെ ഇവളെ പറഞ്ഞു വിട്ടില്ലേ? കൈ പൊള്ളിച്ചെന്നോ? അതെ അതെ, ഇവൾ ആദ്യയുടെ കയ്യിൽ മനഃപൂർവ്വം കറി ഒഴിച്ചു പൊള്ളിച്ചു. അയ്യോ, മനഃപൂർവ്വം അല്ല മാഡം, ഞാൻ അറിയാതെ. നീ മിണ്ടരുത് മോളെ. പക്ഷെ ആദ്യമൊന്നും പറഞ്ഞില്ല, ചെറിയൊരു ഇഞ്ചറി ആണെന്നേ പറഞ്ഞുള്ളൂ. ഇതാ ആന്റി കാര്യം. സെറീന പറഞ്ഞതൊക്കെ ശരിയാണോ? കറി അറിയാതെ. ഇനിയൊന്നും പറയണ്ട, ഇന്ന് തന്നെ നീ ഇവിടുന്ന് പൊക്കോണം. അയ്യോ മേഡം, ഇനിയൊന്നും പറയണ്ട, നീ എന്റെ മുന്നിൽ നിന്ന് പോ. എന്താ ഇവിടെ? ഒന്നുമില്ലാതെ. പാർവതി എന്തിനാ കരയുന്നേ? അത് അവളെ ആന്റി പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടെന്നോ? അതെ, ഒരു ജോലിയും കൃത്യമായി ചെയ്യാതെ വീട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നവളെ പറഞ്ഞു വിടണ്ടേ? ആർക്കും ഉപദ്രവം ഉണ്ടായി? നിനക്ക് തന്നെ. എനിക്കോ? ആദ്യയുടെ കയ്യിൽ കറി ഒഴിച്ച കാര്യം ഞാൻ ആന്റിയോട് പറഞ്ഞു. അമ്മ ഇവള് പറയുന്ന ന്യൂസ് ടോക്ക് കേട്ടിട്ടാണോ പാർവതിയെ പറഞ്ഞു വിടാനൊരുങ്ങുന്നത്? കാര്യങ്ങളൊന്നും അങ്ങനൊന്നുമല്ല. അബദ്ധത്തിൽ സംഭവിച്ച കാര്യത്തിന് ഇവളെ എന്തിനാ പറഞ്ഞു വിടുന്നത്? അല്ല മോനെ, അത് അമ്മ ഇങ്ങി വന്നേ, വാ. ഈ ആദിക്കെന്താ ഇവളോട് ഇത്ര സോഫ്റ്റ് കോർണർ? പാറു. സർ, ഒരുപാട് നന്ദി എന്നെ രക്ഷിച്ചതിന്. നന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന് പകരമായി ഞാൻ തന്നോടൊരു കാര്യം ആവശ്യപ്പെടട്ടെ? എന്താ സർ? നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? ഫ്രണ്ട്സ്? ഐ മീൻ സുഹൃത്തുക്കൾ. അയ്യോ, ഈ എന്നെ സാറിന്റെ സുഹൃത്താക്കാനോ? അതൊന്നും വേണ്ട സർ. അതിനെന്നാ, തനിക്ക് എന്റെ അടുത്ത് കൂട്ടുകൂടാൻ പാടില്ലേ? അങ്ങനല്ല സർ. സാർ ഒരു വലിയ ഡോക്ടർ, ഞാനും അടുക്കളയിൽ കരിയും പൊടിയും കൊണ്ട് ജീവിക്കുന്ന ഒരു വേലക്കാരി. ആരുടെയും സ്റ്റാറ്റസ് നോക്കിയിട്ടല്ല ഈ ആദ്യം ഓരോരുത്തരെയും ഫ്രണ്ട്സ് ആക്കുന്നത്. സാർ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല സാർ. ഓക്കെ, താൻ എന്റെ ഫ്രണ്ട് ആവണം, അതാണ് എനിക്കിപ്പോ വേണ്ടത്. സാറിനത് ഇഷ്ടമാണെങ്കിൽ ഞാൻ സാറിന്റെ ഫ്രണ്ട് ആകാം. ഗുഡ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാ രഹസ്യവും കൈമാറും, ഒരു ഒളിയും മറയും പാടില്ല. ഓക്കെ? അത് ഓക്കെ ആണോ? ഓക്കെ. എന്നാ ഞാൻ പൊക്കോട്ടെ. സർ കോഫി. നിന്നെ തന്റെ ഫോൺ നമ്പർ ഇങ്ങിതാ. എനിക്ക് ഫോണില്ല. ശരി, താൻ ചെല്ല. പാറിനോട് പിന്നെ നീ എങ്ങനെ സംസാരിക്കും? ഒരു ഫോൺ വാങ്ങിക്കൊടുക്കാം. നിവിൻ, എനിക്കൊരു ലേറ്റസ്റ്റ് ആപ്പിൾ ഫോൺ വേണം. ലേറ്റസ്റ്റ് ആപ്പിൾ ഫോൺ അല്ലേ നിന്റെ കയ്യിൽ ഇരിക്കുന്നത്? ഇത് എനിക്കല്ലടാ, പിന്നെ ആർക്ക്? അത് എൻ്റെ ഒരു ഫ്രണ്ടിനാ. ഫ്രണ്ടോ? ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ട്? അത് ഫ്രണ്ടല്ല, കസിൻ.
അവൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു. അവൻ്റെ ബർത്ത്ഡേയാ. അവന് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചു. ഓ, എന്താ കസിന്റെ പേര്? അത് പിന്നെ പാപ്പ നിന്ന് രാഗം പാടാതെ പേര് പറയടാ. അത് പ്രണവ്. പ്രണവ്. ഓ, ഹേ, അയ്യോ സാറോ? താൻ ഫുഡ് കഴിക്കാൻ പോവായിരുന്നു? അതെ. ദാ തനിക്കൊരു ഫോൺ. അയ്യോ ഫോണോ? അതെ, ഫോൺ താ പിടിക്ക്. എനിക്ക് വേണ്ട സാർ. അതെന്നാ? ഒത്തിരി പൈസ ആയി കാണില്ലേ, മാത്രമല്ല എനിക്കിതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. സാർ സാർ ഇത് വേണോ? വേണം, ദാ മേടിക്ക്. അത് താൻ വാങ്ങിയില്ലേ, ഇത് ഞാൻ എവിടെയെങ്കിലും കളയും. അയ്യോ വേണ്ട സാർ, ഇങ്ങതാ. ഗുഡ് ഗേൾ. ഗേൾ, ഞാനെന്തോ ഫ്രീയാ. എല്ലാരും വരുന്നതിന് മുമ്പ് ബാക്കിയാട്ടിലെ ആ ചെറിയ ഏരിയയില്ലേ, അവിടെ വാ. താൻ വാ, ആ ഫോണിങ്ങിതാ. എന്ത് സുന്ദരി എന്റെ പെണ്ണ്. പാറു, താൻ ഇനി അടുത്തു വാ. ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഈ പെണ്ണിനെ എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ എൻ്റെ മാതാവെ ഒന്ന് പറഞ്ഞറിയിക്കുന്നു. ഇവളുടെ ഈ സൗന്ദര്യം എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു. എൻ്റെ ഉള്ളിലെ പ്രണയം വർദ്ധിപ്പിക്കുന്നു. എന്താ സാർ? ഏയ്, ഒന്നുമില്ല. എല്ലാം മനസ്സിലായല്ലോ? മനസ്സിലായി. അയ്യോ, അന്നമ്മ ചേട്ടത്തി വിളിക്കുന്നു, ഞാൻ പോട്ടെ സാർ. പിന്നെ ഫോൺ ആരെയും കാണരുത്, ഓക്കെ? ആരാ? മനസ്സിലായില്ല. ഞാൻ നിവിൻ, ആദിയുടെ ഫ്രണ്ട്. സാർ വരൂ, അകത്തിരിക്കണം, ഞാൻ ജ്യൂസ് എടുക്കാം. ഏയ്, അതൊന്നും വേണ്ട. ആദിയില്ലേ ഇവിടെ? ഇല്ല സാർ. അവനോട് പോയി ഇവിടെ കാണുമെന്നാണല്ലോ പറഞ്ഞത്. എന്താ സാർ? ഏയ്, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. മഹാദേവ, ആരും കാണരുതെന്ന് പറഞ്ഞു തന്നു പോണ. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? നിന്റെ ഫോണാണോ അടിക്കുന്നേ? അതെ സാർ. ഇതെടുക്ക്. അതെ സാർ ആണല്ലോ. പാറു ഫോൺ കട്ട് ചെയ്തല്ലോ. എന്തേലും പ്രോബ്ലം ഉണ്ടോ? വീട്ടിൽ ആരും ഇല്ലാത്തതാ. സാർ, ഞാൻ ജ്യൂസ് എടുക്കാം. നീ എന്നാ നിന്നെ. ഫോണൊന്ന് കാണിച്ചേ. എന്താ സാർ? കാണിക്കാൻ. ഇത് ആദ്യ കസിന് വാങ്ങിയ ഫോണല്ലേ? ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? ഇത് എന്റെ ഫോണാ സാർ. കള്ളം പറയുന്നോടി. കള്ളല്ല സാർ, ഇത് എന്റെ ഫോണാ. നീ വാങ്ങിയ ഫോണോ? ഞാനിപ്പോ എന്താ പറയാ മഹാദേവ? അതേന്ന് പറയാം. അതെ. മാസം 10,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന നീ 2 ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങി വിശ്വസിക്കാൻ പറ്റുന്ന നുണ പറയാടി. 2 ലക്ഷം രൂപയോ? നിനക്കിത് സ്വപ്നം കാണാൻ പോലെയുള്ള യോഗ്യതയുണ്ടോ? നീ അത് കൈ കൊണ്ട് നടക്കുന്നേ. അയ്യോ സാർ. ഇനി പറ, ഇതെവിടുന്നാ മോഷ്ടിച്ചത്? അയ്യോ, ഞാൻ മോഷ്ടിച്ചതല്ല സാർ.